നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വേർതിരിവുമില്ല, ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ വിഭവത്തിൻ്റെ 15% മുസ്ലിങ്ങൾക്കായി അവർ വിതരണം ചെയ്യും എന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നു പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. NBC നമ്മൾ സാറിന് ഈ കണ്ണിന് ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് പരിശോധനയെല്ലാം കഴിഞ്ഞ് കണ്ണിൽ ചില മരുന്നൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ധാരണയുണ്ടാവില്ല, മൊത്തത്തിലൊരു ബ്ലർ ആയിരിക്കും. നമ്മൾ ആരെങ്കിലും കൈ പിടിച്ചാലേ നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റും. നരേന്ദ്രമോദിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ഈ കണ്ണിൽ മരുന്നൊഴിച്ച ഒരാളുടെ അവസ്ഥയാണ്. അദ്ദേഹത്തിന് ആര് എന്താണ് മനസ്സിലാക്കുന്നത്, ഏത് പറഞ്ഞാലാണ് ജനം തനിക്ക് വോട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയും ഈ തെരഞ്ഞെടുപ്പിലില്ല. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഔട്ട് ഓഫ് കൺട്രോളിലാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ നാവും അദ്ദേഹത്തിൻ്റെ തലച്ചോറും തമ്മിലുള്ള ബന്ധം എത്രമാത്രം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഒറ്റ ഉദാഹരണം, മുംബൈ നഗരം സ്തംഭിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തി. ജനങ്ങൾ മുഴുവൻ ഏതാണ്ട് 6-7 മണിക്കൂർ മെട്രോ നിർത്തിവെച്ചു. മുംബൈ നഗരത്തിൽ മെട്രോ നിർത്തിവെച്ചു. ജനങ്ങൾ ആക്ഷേപവും പറഞ്ഞത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതായത് ന്യായമായും ചിലപ്പോൾ BJPക്ക് ഒരു മുൻഗണന ഉണ്ടാകേണ്ട മണ്ഡലങ്ങളിൽ മുംബൈ നഗരത്തിലെ 6 ലോക്സഭാ മണ്ഡലത്തിലും അത് തിരിച്ചടിയാവുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തിലധികം മനുഷ്യർ കുടുങ്ങിപ്പോയി.